വെൽക്കം ടു വൈൽഡ് മാലോ. കേരളത്തിലെ കായലുകളെ കുറിച്ചിട്ട് PSC ചോദിക്കാവുന്ന പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് ഈ വീഡിയോ ലിസ്റ്റാണ്. കേരളത്തിൽ കായലുകളുടെ എണ്ണം 34. അതിലെ 7 ഉൾനാടൻ ജലാശയങ്ങളും അതിൽ 27 എണ്ണം സമുദ്രവുമായി ചേരുന്നവയുമാണ്. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങൾ കവ്വായി കണ്ണൂർ, അകലപ്പുഴ കോഴിക്കോട്, മുരിയാട് തൃശൂർ, എനമക്കൽ മനക്കുടി തൃശൂർ, കൊടുങ്ങല്ലൂർ വാഴാപ്പുഴ തൃശൂർ, ശാസ്താംകോട്ട കൊല്ലം, വെള്ളയാണി തിരുവനന്തപുരം. കേരളത്തിലെ ഉൾനാടൻ ജലാശയങ്ങളാണ് കവ്വായി, അകലപ്പുഴ, മുരിയാട്, എനമക്കൽ മനക്കൊടി, കൊടുങ്ങല്ലൂർ വാരാപ്പുഴ, ശാസ്താംകോട്ട, വെള്ളയാണി. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ അത് വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലിയ കായൽ വേമ്പനാട്ട് കായൽ. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളമാണ്. കായലുകളുടെയും തടാകങ്ങളുടെയും നാട് കേരളം. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. ലഗൂണുകളുടെ നാട് എന്നറിയപ്പെടുന്ന സംസ്ഥാനം കേരളം. വേമ്പനാട്ട് കായലിന്റെ നീളം ഏകദേശം 96 കിലോമീറ്റർ ആണ്. വേമ്പനാട്ട് കായലിന്റെ നീളം. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ വേമ്പനാട്ട് കായലാണ്. കേരളത്തിലെ ഏറ്റവും വലുതും ഏറ്റവും നീളമേറിയതുമായ കായൽ വേമ്പനാട്ട് കായൽ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ എറണാകുളം, കോട്ടയം, ആലപ്പുഴ. വേമ്പനാട്ട് കായൽ വ്യാപിച്ചു കിടക്കുന്ന ജില്ലകൾ എറണാകുളം, കോട്ടയം, ആലപ്പുഴ. കുട്ടനാട്ടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേര് പുന്നമടക്കായൽ എന്നാണ്. വേമ്പനാട്ട് കായൽ കുട്ടനാട്ടിൽ അറിയപ്പെടുന്നത് പുന്നമടക്കായൽ. കൊച്ചിക്കായൽ എന്നറിയപ്പെടുന്ന കായലും വേമ്പനാട്ട് കായലാണ്. കൊച്ചിക്കായൽ വേമ്പനാട്ട് കായൽ. വീരൻപുഴ എന്ന കൊച്ചിയിൽ അറിയപ്പെടുന്ന കായൽ ഏതാണ്? വേമ്പനാട്ട് കായൽ. അപ്പൊ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരുകളാണ് വീരൻപുഴ, കൊച്ചിക്കായൽ, പുന്നമടക്കായൽ. കുട്ടനാടിൽ വേമ്പനാട്ട് കായൽ അറിയപ്പെടുന്ന പേരാണ് പുന്നമടക്കായൽ. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകളാണ് പാതിരാമണൽ, പെരുമ്പളം, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, വല്ലാർപാടം, കടമക്കുടി. വേമ്പനാട്ട് കായലിൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന ദ്വീപുകളാണ് പാതിരാമണൽ, പെരുമ്പളം, വൈപ്പിൻ, വെല്ലിംഗ്ടൺ, വല്ലാർപാടം, കടമക്കുടി. വേമ്പനാട്ട് കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. വേമ്പനാട്ട് കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. വേമ്പനാട്ട് കായലിന് കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ടാണ് തണ്ണീർമുക്കം ബണ്ട്. വേമ്പനാട്ട് കായലിനു കുറുകെ നിർമ്മിച്ചിരിക്കുന്ന ബണ്ട് തണ്ണീർമുക്കം ബണ്ട്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്നത് പുന്നമടക്കായലിലാണ്, അതായത് വേമ്പനാട്ട് കായലിൽ. ആശ്രമം കായൽ എന്നറിയപ്പെടുന്ന കേരളത്തിലെ കായലാണ് അഷ്ടമുടി കായൽ. ആശ്രമം കായൽ എന്നറിയപ്പെടുന്നത് അഷ്ടമുടി കായൽ. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ എന്നറിയപ്പെടുന്നത് ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ ഏത് കായലിന്റെ ഭാഗമാണ്? വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ്. ആലപ്പുഴ ജില്ലയിലെ കൈതപ്പുഴ കായൽ വേമ്പനാട്ട് കായലിന്റെ ഭാഗമാണ്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. 1955 സ്ഥാപിച്ചത്. കുട്ടനാടിനെ വെള്ളപ്പൊക്കത്തിൽ നിന്ന് രക്ഷിക്കുന്നതിനായി വേമ്പനാട്ട് കായലിൽ നിർമ്മിച്ചിരിക്കുന്ന തടയണയാണ് തോട്ടപ്പള്ളി സ്പിൽവേ. 1955 സ്ഥാപിച്ചത്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ തീരം വേമ്പനാട്ട് കായലാണ്. വൈക്കം ക്ഷേത്രം സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായൽ. തണ്ണീർത്തടങ്ങളുടെയും തണ്ണീർത്തട വിഭവങ്ങളുടെയും സംരക്ഷണത്തിനും വിവേകപൂർണമായ വിനിയോഗത്തിനുമായിട്ട് അന്താരാഷ്ട്ര തലത്തിൽ നിലവിൽ വന്ന ഉടമ്പടിയാണ് റംസാർ ഉടമ്പടി. റംസാർ ഉടമ്പടി നിലവിൽ വന്ന വർഷം 1971. നിലവിൽ ഇന്ത്യയിൽ നിന്ന് റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളുടെ എണ്ണം 37 ആണ്. നിലവിൽ ഇന്ത്യയിൽ നിന്നും റാംസാർ പട്ടികയിൽ ഉൾപ്പെട്ട കേന്ദ്രങ്ങളുടെ എണ്ണം 37. രണ്ടായിരത്തി വ്യാപിച്ച കേരളത്തിലെ റാംസാർ കേന്ദ്രങ്ങൾ ഏതൊക്കെയാണ്? അഷ്ടമുടിക്കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ. 2002 പ്രഖ്യാപിച്ച കേരളത്തിലെ റാംസാർ കേന്ദ്രങ്ങൾ അഷ്ടമുടിക്കായൽ, വേമ്പനാട്ട് കായൽ, ശാസ്താംകോട്ട കായൽ. റാംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്ന് അടുത്തതായി ഇടം നേടാൻ പോകുന്ന കായലാണ് കവ്വായി കായൽ. റാംസാർ പട്ടികയിൽ കേരളത്തിൽ നിന്ന് അടുത്തതായിട്ട് ഇടം നേടാൻ പോകുന്നത് കവ്വായി കായലാണ്. ഗേറ്റ്വേ ടു ദി ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായലാണ് അഷ്ടമുടി കായൽ. ഗേറ്റ്വേ ടു ദി ബാക്ക് വാട്ടർ ഓഫ് കേരള എന്നറിയപ്പെടുന്ന കായൽ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായലാണ് അഷ്ടമുടി കായൽ. കേരളത്തിലെ രണ്ടാമത്തെ ഏറ്റവും വലിയ കായൽ അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലമാണ്. കല്ലട നദി പതിക്കുന്ന കായൽ അഷ്ടമുടി കായലാണ്. കല്ലട നദി പതിക്കുന്നത് അഷ്ടമുടി കായലിൽ. പെരുമൺ തീവണ്ടി അപകടം നടന്നത് അഷ്ടമുടി കായലിലാണ്. പെരുമൺ തീവണ്ടി അപകടം നടന്ന വർഷം 1988 ജൂലൈ 8. അഷ്ടമുടി കായലിലെ 8 ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേരാണ് മൺട്രോ തുരുത്ത്. അഷ്ടമുടി കായലിലെ 8 ചെറിയ ദ്വീപുകൾ അറിയപ്പെടുന്ന പേര് മൺട്രോ തുരുത്ത്.
അഷ്ടമുടിക്കായൽ പതിക്കുന്ന കടല് അറബിക്കടലാണ്. അഷ്ടമുടിക്കായൽ പതിക്കുന്ന കടല് അറബിക്കടൽ. അഷ്ടമുടിക്കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002 പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായല് അഷ്ടമുടി കായലാണ്. പ്രസിഡന്റ്സ് ട്രോഫി ജലോത്സവം നടക്കുന്ന കായല് അഷ്ടമുടി കായൽ. അഷ്ടമുടി കായൽ അറബിക്കടലുമായി യോജിക്കുന്ന സ്ഥലം നീണ്ടകര അഴിയാണ്. അഷ്ടമുടി കായൽ അറബിക്കടലുമായിട്ട് യോജിക്കുന്ന സ്ഥലമാണ് നീണ്ടകര അഴി. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകമാണ് ശാസ്താംകോട്ട കായൽ. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്നത് വയനാട്. കേരളത്തിലെ ആദ്യ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ച കായൽ അഷ്ടമുടി കായലാണ്. കേരളത്തിലെ ആദ്യത്തെ സീപ്ലെയിൻ സർവീസ് ആരംഭിച്ചത് അഷ്ടമുടി കായലിലാണ്. നാഷണൽ ജോഗ്രഫിയുടെ എറൗണ്ട് ദി വേൾഡ് ഇൻ 24 ഹവേഴ്സ് എന്ന ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രദേശം കാക്കത്തുരുത്താണ്. ആലപ്പുഴയിലെ കാക്കത്തുരുത്ത്. നാഷണൽ ജോഗ്രഫിയുടെ എറൗണ്ട് ദി വേൾഡ് ഇൻ 24 ഹവേഴ്സ് എന്ന ലോക വിനോദസഞ്ചാര പദ്ധതിയിൽ ഉൾപ്പെട്ട ഇന്ത്യയിലെ പ്രദേശമാണ് ആലപ്പുഴ ജില്ലയിലെ കാക്കത്തുരുത്ത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അത് ശാസ്താംകോട്ട കായലാണ്. ശാസ്താംകോട്ട കായൽ സ്ഥിതി ചെയ്യുന്ന ജില്ല കൊല്ലം. ശാസ്താംകോട്ട കായലിനെ റാംസാർ പട്ടികയിൽ ഉൾപ്പെടുത്തിയ വർഷം 2002. കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്ന കായൽ ഏതാണ്? ശാസ്താംകോട്ട കായലാണ് കായലുകളുടെ രാജ്ഞി എന്നറിയപ്പെടുന്നത്. കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം വയനാട്ടിലെ മേപ്പാടി തടാകമാണ്. കേരളത്തിൽ ഹൃദയത്തിന്റെ ആകൃതിയിലുള്ള തടാകം വയനാട്ടിലെ മേപ്പാടി തടാകം. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകമാണ് വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. ഇന്ത്യൻ ഭൂപടത്തിന്റെ ആകൃതിയിലുള്ള തടാകം വയനാട് ജില്ലയിലെ പൂക്കോട് തടാകം. പനയോല അഥവാ നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ ഏതാണ്? അഷ്ടമുടിക്കായലാണ്. പനയോല അഥവാ നീരാളിയുടെ ആകൃതിയിലുള്ള കായൽ അഷ്ടമുടിക്കായൽ. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ട കായലാണ്. ഇംഗ്ലീഷ് അക്ഷരമാലയിലെ F ആകൃതിയിലുള്ള കായൽ ശാസ്താംകോട്ട കായൽ. കായലുകളുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശത്തെ അറിയപ്പെടുന്ന പേരാണ് അഴി. കായലുകളുമായി ചേർന്ന് കിടക്കുന്ന പ്രദേശം അറിയപ്പെടുന്ന പേര് അഴി. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് പൊഴി. കായൽ കടലിനോട് ചേരുന്ന ഭാഗത്തെ താൽക്കാലിക മണൽത്തിട്ടയാണ് പൊഴി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖമാണ് കൊച്ചി. ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക തുറമുഖം ഏതാണ്? കൊച്ചിയാണ്. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകമാണ്. കേരളത്തിലെ പ്രകൃതിയാലുള്ള ഏക ഓക്സ്ബോ തടാകം വൈന്തല തടാകം. പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് എവിടെയാണ്? വേമ്പനാട്ട് കായലിലാണ് പാതിരാമണൽ ദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായലാണ്. നെഹ്റു ട്രോഫി വള്ളംകളി നടക്കുന്ന കായൽ പുന്നമടക്കായൽ. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്ന കായൽ വേമ്പനാട്ട് കായലാണ്. തണ്ണീർമുക്കം ബണ്ട് സ്ഥിതി ചെയ്യുന്നത് വേമ്പനാട്ട് കായൽ. പൂക്കോട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല വയനാട്. കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് ഏത് തടാകത്തിൽ നിന്നാണ്? പൂക്കോട് തടാകത്തിൽ നിന്നാണ്. കബനി നദിയുടെ പോഷക നദിയായ പനമരം ഉത്ഭവിക്കുന്നത് പൂക്കോട് തടാകത്തിൽ നിന്നാണ്. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം. സമുദ്രനിരപ്പിൽ നിന്ന് ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന കേരളത്തിലെ തടാകമാണ് പൂക്കോട് തടാകം. കേരളത്തിലെ പ്രധാന കായലുകൾ: മാനാഞ്ചിറ കായൽ കോഴിക്കോടാണ്. കുമ്പള കായൽ കാസർഗോഡ്. കൽനാട് കായൽ കാസർഗോഡ്. ആക്കുളം കായൽ തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കായൽ തിരുവനന്തപുരം. വേളി കായൽ തിരുവനന്തപുരം. പറവൂർ കായൽ കൊല്ലം. ബിയ്യം കായൽ മലപ്പുറം. കേരളത്തിലെ പ്രധാന കായലുകൾ: മാനാഞ്ചിറ കായൽ കോഴിക്കോട്. കുമ്പള കായൽ കാസർഗോഡ്. കൽനാട് കായൽ കാസർഗോഡ്. ആക്കുളം കായൽ തിരുവനന്തപുരം. അഞ്ചുതെങ്ങ് കായൽ തിരുവനന്തപുരം. വേളി കായൽ തിരുവനന്തപുരം. പറവൂർ കായൽ കൊല്ലം. ബിയ്യം കായൽ മലപ്പുറം. തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലാണ് ഇടവ നടയറ കായലുകൾ. തിരുവനന്തപുരം കൊല്ലം ജില്ലകളുടെ അതിർത്തിയിലുള്ള കായലാണ് ഇടവ നടയറ കായലുകൾ. കേരളത്തിലെ പ്രധാന ശുദ്ധജല തടാകങ്ങളാണ് ശാസ്താംകോട്ട കായൽ, വെള്ളയാണി കായൽ, പൂക്കോട് തടാകം. കേരളത്തിലെ പ്രധാന ശുദ്ധജല തടാകങ്ങൾ ശാസ്താംകോട്ട കായൽ, വെള്ളയാണി കായൽ, പൂക്കോട് തടാകം. കേരളത്തിൽ കടലുമായി നേരിട്ട് ബന്ധമുള്ള കായലുകളുടെ എണ്ണം എത്രയാണ്? 27 ആണ്.
കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം അത് ശാസ്താംകോട്ട കായലാണ്, കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വലിയ ശുദ്ധജല തടാകം ശാസ്താംകോട്ട കായൽ, കൊല്ലത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകമാണ്, വയനാടാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും ചെറിയ ശുദ്ധജല തടാകം പൂക്കോട് തടാകം. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പള കായൽ, കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും വടക്കേ അറ്റത്തുള്ള കായലാണ് ഉപ്പള കായൽ, കാസർഗോഡാണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായലാണ് വേളിക്കായൽ, തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിന്റെ ഏറ്റവും തെക്കേ അറ്റത്തുള്ള കായലാണ് വേളിക്കായൽ, തിരുവനന്തപുരത്ത് സ്ഥിതി ചെയ്യുന്നു. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകമാണ് വെള്ളയാണി കായൽ, തിരുവനന്തപുരത്താണ് സ്ഥിതി ചെയ്യുന്നത്. കേരളത്തിലെ ഏറ്റവും തെക്കേ അറ്റത്തെ ശുദ്ധജല തടാകം വെള്ളയാണി കായൽ. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് മാനാഞ്ചിറ തടാകം, കോഴിക്കോട്. കേരളത്തിലെ മനുഷ്യനിർമ്മിത ശുദ്ധജല തടാകമാണ് കോഴിക്കോട് ജില്ലയിലെ മാനാഞ്ചിറ തടാകം. മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്ന ജില്ല ഏതാണ്? തൃശ്ശൂരാണ്. മുരിയാട് തടാകം സ്ഥിതി ചെയ്യുന്നത് തൃശ്ശൂരാണ്. അപ്പോൾ ഇത്രയും ചോദ്യങ്ങളാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. താങ്ക്സ് ഫോർ വാച്ചിങ്.